ഇതുമൂന്ന് സ്കൂളിലേക്കൊക്കെ പറഞ്ഞേച്ച ഒരു 10 മണി 10:30 ആയ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഐറൂസിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ് കേട്ടോ. അവൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. പോകുന്ന സമയത്ത് അവൻ അസുഖം ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു ചെറിയൊരു സങ്കടം കേട്ടോ, അവനെ കാണാനൊക്കെ ഒരു കൊതി. അപ്പം നമ്മളൊന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് സമ്മതിച്ചു കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് ഒരു എതിരഭിപ്രായമല്ലോ, ഒരൊറ്റ കെട്ടാണ് ഞങ്ങൾ രണ്ടാളും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഐറൂസിനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വി ക്യാമ്പിൽ അവിടെ നിർത്തി വാങ്ങിയിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു കിട്ടും. സാധാരണ ഉച്ചയ്ക്ക് ഇതുമ്പോൾ ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പ്ലേറ്റ് കൊടുത്തയച്ച് സ്കൂളിൽ നിന്ന് ചോറ് കഴിച്ചു ഞങ്ങളിങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. കാരണം ഐറൂസിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും കാണാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചീത്ത പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞയച്ചത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 11-11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എഴുന്നേറ്റ് വരിക എന്ന് പറയാൻ പറ്റില്ല, എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ ഐറൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പച്ചിനെ കണ്ടപ്പോഴാണ് കൂടുതൽ സന്തോഷം. രണ്ടാളും പിന്നെ പന്ത് ഉരുട്ടി കളിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ വേഗം പോയി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങളത് ചായ കുടിക്കണം. ഇന്നലെ മുഴുവൻ വന്ന മുതലേ ഒക്കെ ഒരുപാട് പണി ഉണ്ടായിരുന്നതാണ് അവള് പറയണത് കേട്ടോ. ഐറൂസിന് വയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ മുഴുവനാക്കാൻ പറ്റുന്നില്ല. അവളെ ജോലികളൊക്കെ തുണികളൊക്കെ മടക്കി വെക്കുക, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഇവന് സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഭയങ്കര ശീലക്കേടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം പിടിച്ചു കൊടുത്തു. ഓൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ തീർത്തു കിട്ടോ. പിന്നെ മോള് ഈ ഫോൺ വിളിക്കണത് എന്താ വെച്ചാൽ ഫുഡ് ഓർഡർ ചെയ്യാണ്, ഞങ്ങളൊക്കെ വന്നിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് മന്തിയും ചിക്കൻ പൊള്ളിച്ചതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. മന്തിയത്തെ ചിക്കൻ അല്ല, പ്രത്യേക ഒരു സ്പെഷ്യലായിട്ട് ചിക്കൻ പൊള്ളിച്ചതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വേഗം പോകണം, എൻ്റെ ഹസ്ബൻഡിന് സ്കൂൾ ട്രിപ്പ് എടുക്കാനാകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ മോളുവിൻ്റെ ഒരുവിധം കുറേ പരിപാടികളൊക്കെ തീർക്കാൻ പറ്റിയിട്ടോ. കുറേ ഞാൻ ഐറൂസിനെ നോക്കുന്ന ടൈമിൽ ഓള് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. പിന്നെ ഐറൂസിന് ഓൾ നോക്കുന്ന നേരം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് അരീക്കോടൻ ആയതുകൊണ്ട് ഓക്ക് ആ ഒരു കൈവഴക്കൊക്കെ കിട്ടുന്നിട്ടില്ല കേട്ടോ. അവള് ഒരു ഏകദേശം ഒരു 5-6 ദിവസമൊക്കെ അരികൂടെ നിൽക്കാറുള്ളൂ. അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്രാവശ്യം അവൾ 10-15 ദിവസത്തോളം നിന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഒറ്റയ്ക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും ഒക്കെ ഒന്ന് സെറ്റായി. ഒരു 1:30-1:45 കൂടി ഫുഡ് വന്ന് ഒരു വേഗം ഫുഡ് കഴിക്കാൻ പോകാന്നുള്ളതാണ്. 3:30 ആകുമ്പോഴേക്കും മൂപ്പർക്കവിടെ ബസ് എടുക്കാൻ അവിടെ എത്തണം. ഞങ്ങൾക്ക് ഇവിടുന്നാണെങ്കിൽ 1 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ അരീക്കോടുക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡ് മന്തിയും അൽഫാമൊക്കെ കഴിച്ചു. പിന്നെ ഇതുമൂന്നുള്ളതുള്ളൂ പാർസലാക്കി പാക്കാക്കി തന്നു കേട്ടോ. അതൊക്കെ കൊണ്ട് ഞങ്ങൾ അരീക്കോട് എത്തി. വന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മൂപ്പർ വേഗം പോകാന്നുള്ളതായിരുന്നു. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.